നമുക്കൊരു കല്യാണ തലേന്നിന് പോയാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കിളിക്കുട്ടന്മാര് വീടിന്റെ ഉള്ളിൽ നിന്ന് പോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ? അതാലോചിച്ച് വിഷമിച്ചിരിക്കായിരുന്നു. അവര് പുറത്ത് ഹാങ്ങിങ് ചട്ടിയിൽ ഒരു കൂടൊക്കെ വെച്ചു. പക്ഷെ ആ കൂട് കാക്ക വലിച്ചു പുറത്തിട്ട് മുട്ടയൊക്കെ പൊട്ടി. സത്യം പറഞ്ഞ മുട്ട പൊട്ടി കിടക്കുന്ന പാടും കൂടൊക്കെ താഴെ കിടക്കണ കണ്ടപ്പോ എനിക്കും പിള്ളേർക്ക് നല്ല വിഷമായിട്ടാ. പക്ഷെ പിറ്റേ ദിവസം ദേ അവര് രണ്ടുപേരും വീണ്ടും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ പഴയ സ്ഥലത്ത് തന്നെ അവര് വീണ്ടും കൂടൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്തായാലും അതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് നാലുപേർക്കും നല്ല സന്തോഷായിട്ടാ. അപ്പൊ നമുക്ക് കല്യാണ തലേന്നിന് പോവാം. ഇതിനെന്തായാലും ഞാൻ ഗെറ്റ് റെഡി ഒന്നും എടുത്തില്ല. എന്താ വെച്ചാൽ സാധാരണ ഒരു ടോപ്പ് ഇട്ടിട്ടാ പോയത്. എന്തായാലും കല്യാണത്തിന് സാരി ഒക്കെ എടുത്ത് പോകുമ്പോ ഒരു ഗെറ്റ് റെഡി ഒക്കെ ചെയ്യാട്ടാ. എന്തായാലും ഓൾറെഡി നിങ്ങൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു റെഡ് സൂപ്പർ സാരി ഒക്കെ എടുത്തിട്ട് നമ്മുടെ കോട്ടിയാടിയിൽ വെച്ച് എടുത്ത ഫോട്ടോസ് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായില്ലേ? അതന്നെ സാരി. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മുടെ അഞ്ജനക്കുട്ടിയുടെ കല്യാണ തലേന്നിന്റെ വിശേഷങ്ങൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് കല്യാണ തലേന്നല്ല, തലേന്റെ തലേന്നാണ്. സംഗീത നൈറ്റ് ആണ് കേട്ടാ. ഇതാണ് കേട്ടാ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും. സത്യം പറഞ്ഞാ ഇവരുടെ വേറെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ അവിടെ എത്തിയേ. അതുകൊണ്ട് അത് നന്നായിട്ട് മിസ്സായിട്ടാ ഞങ്ങൾക്ക്. കുഴപ്പമില്ല ചേച്ചി, ലാസ്റ്റും ഉണ്ട് ഡാൻസ് എന്ന് അവിടെ ആരോ പറഞ്ഞു കേട്ടോ എന്റെ അടുത്ത്. അത് കേട്ടപ്പോ എനിക്ക് കുറച്ച് സമാധാനമായിട്ടാ. പറഞ്ഞതുപോലെ തന്നെ ചെക്കനും പെണ്ണും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഡാൻസ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു അടിച്ച് പൊളിയായിരുന്നു. എല്ലാവരും കട്ടയ്ക്ക് അങ്ങോട്ട് നിന്ന് കളിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും ഒട്ടും മോശമല്ല കേട്ടാ. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരും തകർക്കുന്നുണ്ട് അങ്ങോട്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. അവരും അതിന്റെ കൂട്ടത്തില് അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടാ. എന്റെ ജലദോഷം ചുമയും ശരിക്കും അങ്ങോട്ട് മാറാത്ത കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒതുങ്ങി അവിടെ നിൽക്കായിരുന്നു കേട്ടാ. അത് കണ്ട നമ്മുടെ രഞ്ജിത്തേട്ടൻ എന്നെ ഉന്തി തള്ളി അതിന്റെ ഉള്ളിലേക്ക് വിട്ടൂട്ടാ. പിന്നെ ഇനിയിപ്പൊ എന്ത് നോക്കാനാ? ചുമയും പനിയൊക്കെ വരും പോവും. ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ ചാൻസ് നമുക്ക് പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്നും വിചാരിച്ച് കിട്ടിയ ചാൻസ് കളയാതെ ഞാൻ അങ്ങോട്ട് അവരെ കൂടെ കൂടിയിട്ടാ. പിന്നെ അങ്ങോട്ട് ഒരു തകർക്കലായിരുന്നു. പാട്ട് വെക്കണ ചേട്ടൻ തോറ്റു പിന്മാറിയിട്ടും ഞങ്ങള് തോറ്റു പിന്മാറിയില്ല കേട്ടാ. ഇനിയിപ്പൊ പാട്ട് നിർത്തിയ സ്ഥിതിക്ക് കളി നിർത്താന്നും പറഞ്ഞ് ഇനി നമുക്ക് കല്യാണത്തിന് കാണാന്നും പറഞ്ഞ് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ പോന്നൂട്ടാ നമ്മുടെ വീട്ടിലേക്ക്. ഇനി കല്യാണത്തിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടാ.